അലൈക്കും, വെൽക്കം ബാക്ക് സജറീനാസ് വ്ളോഗ്സ്. അപ്പം നമുക്കിന്ന് നല്ലൊരു ഫ്രൈഡേ ആയിട്ട് ഇന്നത്തെ ഞങ്ങൾ ഫുഡൊക്കെ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. രാവിലെ തന്നെ ഞാൻ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം പൂരിയും ഇന്നലത്തെ നല്ല മീൻ കറി ഉണ്ടായിരുന്നു. അപ്പം മീൻ കറി എന്ന് വെച്ചാൽ തലേന്നത്തെ നല്ല ടേസ്റ്റാണ്. മുളകിട്ട കറിയായിരുന്നു. ഏട്ടാന്നറിയോ, നമ്മളിവിടെ കേട്ടാന്നാണ് പറയുക. അപ്പോൾ ഏട്ട മുളകിട്ടതാണ്. കുറച്ചേ ഉള്ളൂ, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പം അത് മതിയല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പം പൂരിയും നല്ല മീൻ കറിയും കൂട്ടി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റി മീൻ കറിയായിരുന്നു. അപ്പം മോനിക്ക് എരി വേണ്ട പറഞ്ഞിട്ട് മോനിക്ക് കുറച്ച് അരി വറുത്ത് പൊടിച്ചതാണ് അപ്പുറത്തെ പാത്രത്തിലുള്ളത്. അപ്പോൾ ഓനത് കഴിച്ചിട്ടോ ഓനതൊക്കെ മുഴുവൻ കഴിച്ചില്ല, ബാക്കിയാക്കി. എന്നിട്ട് പിന്നെ വേറെ പൂരിയും കറിയൊക്കെ എടുത്ത് ഓന് കഴിക്കുക. പിന്നെ ഉച്ചക്കത്തേക്ക് പടവലയും പരിപ്പും കറി വെക്കാനാണ്. അപ്പം പടവലി, ഉള്ളി, പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് ഇനി അതിലേക്ക് പരിപ്പ് കഴുകി ഇടണം. അപ്പം കറി വെക്കുന്ന പരിപ്പില്ല, തീർന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, കിച്ചടി പരിപ്പ് ഉണ്ടായിരുന്നു, അത് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പച്ചക്കറി വെക്കുകയാണെങ്കിലും കൂടുതൽ പരിപ്പ് ചേർത്തു. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഈ പരിപ്പിട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവാം. അങ്ങനെ നമ്മൾ പരിപ്പൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്ത് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഒക്കെ അടിച്ച് വീത്തി ഞങ്ങൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തേങ്ങ അടിക്കുമ്പോൾ നല്ല ജീരകം ചേർത്തു കേട്ടോ. അപ്പോൾ അതങ്ങ് ചീനച്ചട്ടി വെച്ച് കടുകും മുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വറവിടാൻ പോവാണ്. ഇനി കറിയിലേക്ക് അതൊക്കെ വറവിട്ട് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ പടവല പരിപ്പ് കറി റെഡി ആയിരിക്കും. എന്തായാലും അങ്ങനെ പച്ചക്കറി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും തൊട്ടുകൂട്ടാൻ വേണ്ടേ. ചോറും പച്ചക്കറിയും മാത്രം തിന്നുമ്പോൾ ഒരു ചടപ്പല്ലേ. പിന്നെ രാത്രി ആയാലും ഒരു മടിയാണ് വെറും പച്ചക്കറിയും ചോറും തിന്നുമ്പോൾ. അപ്പോൾ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ബീഫ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. പക്ഷേ ബീഫ് കിട്ടിയില്ല. അതിന് പകരം പിന്നെ കൊണ്ടുവന്നത് ബോട്ടിയായിരുന്നു. അപ്പോൾ ബോട്ടി ഫ്രൈ ആക്കി. എന്തായാലും മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബോട്ടി ഫ്രൈ ആക്കിയത്. അങ്ങനെ ബോട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ താളിച്ച് ബോട്ടി വേവിച്ച് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇതാ ഫ്രൈ ആക്കുന്നുണ്ട്. ബോട്ടി ഫ്രൈൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളിട്ടോ, ഞാൻ ഇനി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പച്ചക്കറി, ബോട്ടി ഫ്രൈ, പപ്പടം. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.